നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പല്ലാരിമംഗലം ദേശീയ വായനശാലയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. പഞ്ചായത്ത് 9-ാം വാർഡ് അൽറാസ് നഗറിൽ പഞ്ചായത്ത് അംഗം നസിയ ഷമീർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ വായനശാല പ്രസിഡന്റ് KA യൂസുഫ് അധ്യക്ഷത വഹിച്ചു. കൊതുക് നശീകരണത്തിനായി പ്രദേശത്തെ റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകൾ കമഴ്ത്തിയും വീട്ടുവളപ്പിലെ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളിലെ കൊതുകുകളെ നശിപ്പിക്കുകയും ചെയ്തു. വീട്ടുവളപ്പുകളിലെ കിണറുകളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളും തുടങ്ങി. തുടർന്ന് മറ്റ് വാർഡുകളിലേക്കും മഴക്കാലപൂർവ്വ ശുചീകരണം വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് വായനശാല ഭാരവാഹികൾ അറിയിച്ചു. ഡെങ്കിപ്പനി നിവാരണത്തിനെതിരെ നമ്മൾ കൊതുക് വളർത്തൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ തോട്ടത്തിലെ റബ്ബർ ചിരട്ടകൾ മുഴുവൻ കമത്തി വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിർവഹിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനി വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള ഏക മാർഗം ഡെങ്കിപ്പനി പരത്തുന്ന ഏഡിസ് കൊതുകുകളെ വംശവർദ്ധന തടയുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള മാർഗമാണ് കൊതുക് വളരുന്ന ചെറിയ ജലസ്രോതസ്സുകൾ ഒഴിവാക്കുക എന്നുള്ളത്. സെക്രട്ടറി MM ബഷീർ, ആശാവർക്കർ MK ഷൈനി, കരീം മുകളയിൽ, ശശിധരൻ പിള്ള, നൂറുദ്ദീൻ തെക്കേക്കര, നദീർ മുകളയിൽ എന്നിവർ പങ്കെടുത്തു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ.